ഹായ് വ്യൂവേഴ്സ്, പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോണ്ട ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പഴം കൊണ്ടുള്ളൊരു ബോണ്ട. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ബോണ്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഗോതമ്പ് പൊടി, ശർക്കര, ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, പഴം. ഇത്രയും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബോണ്ട ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഇപ്പം ഞാൻ 6 കുഞ്ഞി പഴങ്ങളാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് സോഡാ പൗഡറും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇളക്കണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോണ്ടയുടെ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എത്തണം. ഇപ്പോൾ ശർക്കര ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം, എത്രയാണോ വേണ്ടത് അതനുസരിച്ച്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ 6 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പതിയെ ഒന്ന് വെള്ളത്തിൽ നനച്ച് ഓരോ ഉരുളകളായി എടുത്ത് എണ്ണയിലേക്കിടാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഉൾഭാഗം വേകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി വന്ന മാവും കൂടെ നമുക്ക് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി 4 മണി പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.